ഇന്ന് അങ്ങനെ വീട്ടിൽ ഇരുന്ന് പോസ്റ്റ് അടിച്ച സമയത്ത് പൊന്മുടി പോയിട്ട് വരാന്ന് വിചാരിച്ചു. കുഞ്ചുവിന് ക്ലാസ് ഉള്ളതുകൊണ്ട് വരാൻ പറ്റും. അങ്ങനെ ഞാനും എന്റെ ഫ്രണ്ട് ഷാനവാസും കൂടെയാണ്. അപ്പൊ ഉച്ച സമയത്ത് ഇറങ്ങിയോണ്ട് ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇറാനിൽ കയറി 2 ബീഫ് ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് ഈ ബീഫ് കണ്ടാൽ അറിയാം നല്ല കട്ടിയുള്ള പീസാണ്. ശരിക്കും ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആണെങ്കിൽ നമുക്ക് കഴിക്കാൻ ഒരു ടേസ്റ്റ് കാണും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വെളിയിലോട്ട് ഇറങ്ങിയപ്പോ എന്റെ വേറൊരു ഫ്രണ്ട് അരവിന്ദിനെ കണ്ടു. അപ്പൊ ഞാൻ ഈ വണ്ടി ഒന്ന് ഓട്ടിച്ച് നോക്കാന്ന് വിചാരിച്ചു. ഇത് സ്കോഡ റാപ്പിഡ് വണ്ടി. അങ്ങനെ ഇറാനിയുടെ അവിടെ നിന്ന് കയറിയത് ഞാൻ തിരിച്ച് ചായം വരെ വണ്ടി ഓടിച്ചു. നമ്മുടെ സ്വിഫ്റ്റ് പോലെ അല്ല, നല്ല പുള്ളിങ് ഉള്ള വണ്ടിയായിരുന്നു. ചെറുതായിട്ട് നമ്മൾ കാല് കൊടുക്കുമ്പോൾ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോണ ഒരു സെറ്റപ്പിൽ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കാറ് കിടന്ന സ്ഥലത്തെത്തി. പിന്നെ നമ്മൾ അരവിന്ദിന് ടാറ്റയൊക്കെ പറഞ്ഞ് നേരെ പൊന്മുടിക്ക്. അപ്പൊ പൊന്മുടിയിലെ റേറ്റ് ഇങ്ങനെയാണ്. ഒരാൾക്ക് 40 രൂപയാണ്. നമ്മൾ 2 പേരുള്ളതുകൊണ്ട് 80 രൂപ. പിന്നെ കാറിനും 40 രൂപയാണ്. അങ്ങനെ ടോട്ടൽ 120 രൂപയാണ്. ഇതില് പൊന്മുടിയിൽ എനിക്ക് ടോപ്പിനെയും കാട്ടി ഇഷ്ടം ഈ ഒരു പ്ലേസ് ആണ്. ഈ ഒരു മരം എനിക്ക് ഭയങ്കര ഇഷ്ടം. പൊന്മുടിയിൽ പോയിട്ടുള്ളവർ ഈ മരം ഉള്ളിടത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പൊന്മുടി സ്കൂളിലേക്ക് പോയിട്ടുണ്ടായി. ഒരു വനത്തിന്റെ അകത്താണ് ഈ സ്കൂൾ ഇരിക്കുന്നത്. ഗവൺമെന്റ് UPS പൊന്മുടിയിൽ. ഈ ഒരു സ്കൂളിൽ പോയിട്ടുള്ളവരൊന്ന് പറയണേ. ഈ സ്കൂളിന് ചുറ്റും നല്ല വനമാണ്. ഈ സ്കൂളിന്റെ അടുത്ത് കണ്ടതാണ് ഈ ഫ്രൂട്ട്. ഈ ഫ്രൂട്ടിന്റെ പേരറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണം. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയത് KTDCയിലേക്ക്. ഈ KTDCയിൽ ഈ സൈറ്റിൽ വരാൻ നേരം നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. അതായത് ഊട്ടിയിൽ നമ്മൾ സൂയിസൈഡിംഗ് പോയിന്റ് എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെയാണ് ഈ പൊന്മുടിയിൽ വരാൻ നേരം ഇവിടെ നിൽക്കാൻ നല്ല രസമാണ്. അങ്ങനെ ഇവിടെ നിന്ന് ഒരുപാട് ഫോട്ടോയും വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ടോപ്പിലേക്ക് പോയായിരുന്നു. ഉച്ചയ്ക്ക് നല്ല വെയിലുണ്ടായിട്ടും നല്ല തിരക്കുണ്ടായിരുന്നേ. ഇന്ന് വണ്ടി ഇട്ടത് തന്നെ ഞാൻ ഏറ്റവും ലാസ്റ്റ് ആണ്. കാരണം ഏറ്റവും ലാസ്റ്റ് പാർക്കിംഗ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. അത്രയ്ക്കും കാറുകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എപ്പോ പൊന്മുടിയിൽ വരുമ്പോഴും ഈ 2 മാനുകളെ ഫോട്ടോ ഞാൻ എടുക്കും. ശരിക്കും ഇത് ആരാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല രസമാണ് കാണാൻ. നല്ല വെയിലായത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്നോളെ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ടായി. നമ്മൾ തിരിച്ചിറങ്ങാൻ നേരം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ അറിയാം നല്ല വെയിലായി. അങ്ങനെ പോവാൻ നേരം നമ്മൾ മാങ്ങയും പൈനാപ്പിളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. കൊളച്ചിക്കര എത്തിയപ്പോ നമ്മൾ ചായ കുടിച്ചായിരുന്നേ. ചായയും പരിപ്പോടെയാണ്. അങ്ങനെ പണ്ട് കാലത്ത് നമ്മള് നൊസ്റ്റാൾജിക് മുട്ടായി ഉണ്ടല്ലോ, നാരങ്ങ മുട്ടായി, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് താഴെ ഇറങ്ങിയപ്പോ കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ കുരങ്ങനെ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു. കാരണം നല്ല വിശപ്പായതുകൊണ്ട് തന്നെ നല്ല തട്ടിവിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ നോക്കിയപ്പോ നല്ല ഒരു നമ്മുടെ ആന വണ്ടി വരുന്ന നല്ലൊരു കാഴ്ച ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട സബ് അടിക്കാൻ മറക്കല്ലേ.